പശ്ചിമേഷ്യയിൽ നിന്ന് അതീവ ഗുരുതരമായ ഒരു യുദ്ധ വാർത്തയിലേക്ക്. ഇറാനിൽ തുടർച്ചയായ 7ാം രാത്രിയും US ആക്രമണം. ഒരു അതിർത്തിയും സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാന്റെ തിരിച്ചടി മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തി വെള്ളിയാഴ്ചയും അമേരിക്കയും ഇറാനും തമ്മിൽ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നു. ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായ 7ാം രാത്രിയും US സേന ഇറാനിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതേസമയം ശത്രുത പുനരാരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക നീക്കത്തിൽ അമേരിക്കൻ സേന തങ്ങളുടെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, 2 പ്രധാന പാലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിലും സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെക്കുറിച്ച് US സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അപ്പടി അംഗീകരിക്കാനാകില്ലെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ ആഴത്തിലുള്ള ആശങ്കയുണ്ടെന്നും UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി. അമേരിക്കയുടെ ആക്രമണം ഇനിയും 2-3 ദിവസത്തേക്ക് കൂടി തുടരുകയാണെങ്കിൽ ഇറാൻ പൂർണ്ണതോതിലുള്ള ആക്രമണത്തിലേക്ക് കടക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന സൈനിക ഉപദേശകൻ മേജർ ജനറൽ മൊഹ്സെൻ റസായി മുന്നറിയിപ്പ് നൽകി. ഇനി മുതൽ ഇറാൻ സമാനമായ രീതിയിലുള്ള തിരിച്ചടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അതോടെ ഒരു രാഷ്ട്രീയ അതിർത്തിയും സുരക്ഷിതമായി ഇരിക്കില്ല. റസായി പറഞ്ഞതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-ന് ഇറാന് നേരെ USഉം ഇസ്രായേലും നടത്തിയ മാരകമായ ആക്രമണങ്ങളോടെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. ഇതിന് തിരിച്ചടിയായി ലോകത്തിലെ ഭൂരിഭാഗം എണ്ണയും കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ താൽപര്യങ്ങൾക്കും ഇസ്രായേലിനും നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. ദക്ഷിണ തീരപ്രദേശങ്ങളിലെയും കടലിടുക്കിലെയും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങൾ അമേരിക്ക അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡർ മജിദ് മൂസവിയും വ്യക്തമാക്കി. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് പവർ ഗ്രിഡ് തകരാറിലായതിനെ തുടർന്ന് കടുത്ത ചൂടിലും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും പീക്ക് അവേഴ്സിൽ എയർ കണ്ടീഷണറുകൾ ഓഫ് ചെയ്യാനും ഇറാന്റെ ഊർജ്ജ മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിൽ ഉടനീളമുള്ള സഖ്യകക്ഷികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് ഇറാൻ സൈന്യം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ വെള്ളിയാഴ്ച ഗൾഫ് മേഖലയിലാകെ ഇറാൻ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തി. US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റിലെ ഒരു വൈദ്യുതി ജല പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി കുവൈറ്റ് സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിലെ US റഡാർ സംവിധാനങ്ങളും സൈനിക വിമാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. മിസൈൽ ആക്രമണം പ്രതിരോധിച്ചതായി ദോഹ അറിയിച്ചെങ്കിലും പ്രതിരോധത്തിനിടയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ ജനവാസ മേഖലകളിലെ വീടുകൾ കുടുങ്ങിയതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒമാനിലെ 2 US റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെയും സിറിയയിലെ അൽ തൻഫ് സൈനിക താവളത്തിനു നേരെയും ആക്രമണം നടത്തിയതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെട്ടു. എന്നാൽ സിറിയൻ സൈന്യം ഇത് നിഷേധിച്ചു. 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യം അറിയിച്ചു. ബഹ്റൈനിലെ എയർബേസിലുള്ള US ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു മറ്റൊരു ആക്രമണം. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലുണ്ടായ ഡ്രോൺ റോക്കറ്റ് ആക്രമണത്തിൽ 9 ഇറാനിയൻ കുർദിഷ് പ്രതിപക്ഷ സായുധാംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് പ്രതിപക്ഷ പാർട്ടി ആരോപിച്ചു. യുദ്ധം വീണ്ടും ആരംഭിച്ചതിനു ശേഷം രാജ്യത്ത് ഇതുവരെ 38 പേർ കൊല്ലപ്പെടുകയും 400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇരുപക്ഷത്തെയും ചർച്ചാ മേശയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മധ്യസ്ഥർ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് ചൈനയും പാകിസ്ഥാനും സംയുക്തമായി ആവശ്യപ്പെട്ടു. എന്നാൽ സംഘർഷം കടുക്കുന്നതിനിടെ ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക നാവിക ഉപരോധം വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണെന്നും ഒമാൻ തീരത്ത് ഒരു എണ്ണക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായും UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധമുഖത്തു നിന്നുള്ള കൂടുതൽ നിർണായക വിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.